യു വേഴ്സസ് ദം, നിങ്ങളും അവരും. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ രണ്ടുപേരുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, ആൻഡ് അവരുടെ സിറ്റുവേഷൻ എന്താണ്. നിങ്ങൾ ആ വ്യക്തിയെ കണക്ട് ചെയ്യുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ മ്യൂച്വലി ഈ ഒരു സമയം കണക്ട് ചെയ്യുന്നുണ്ടോ, ഓർ നിങ്ങളുടെ ഫീലിംഗ്സിന്, നിങ്ങളുടെ സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സിമിലാരിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളിത് നോക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ഫീലിംഗ്സ് ആണ്, ഇത് ആ വ്യക്തിയുടെ ഫീലിംഗ്സ് ആണ്. സോ നിങ്ങൾ ആ വ്യക്തി ഒന്ന് മനസ്സിൽ ഓർക്കുക, അവരായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് നല്ല മൊമെന്റ്സ് ഒക്കെ, ഓർ മെയിൻ ആയിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്താണ് ഈ വ്യക്തിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീലിംഗ്സ് എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങളുടെ ഫീലിംഗ്സ് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്. Take it what you feel that you can resonate with the situation. Okay, you versus them, and let's see the person's situation. Think about your person. All right, okay, it's a little thick. Think about your person. നിങ്ങളും അവരും, നിങ്ങൾ മ്യൂച്വലി ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് കണക്ട് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസ് നിങ്ങളുടെ സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തെങ്കിലും ഒരു സിമിലാരിറ്റീസ് ഉണ്ടോ. ലെറ്റ്സ് സീ യു വേഴ്സസ് ദം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ആദ്യം ഈ റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിച്ച് ആയിട്ടുള്ള ഫീലിംഗ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് പ്രഷ്യസ് ആണ്, നിങ്ങൾ ഒരുപാട് വാല്യുബിൾ ആയിട്ട് കാണുന്ന റിലേഷൻഷിപ്പാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കൈവെള്ളയിൽ വെച്ച് നടക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ കണ്ടിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്, നിങ്ങൾക്ക് അത്ര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, മേ ബി നിങ്ങളുടെ ഓവർ ഇമോഷൻസ് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു ബേർഡൻ ആയിരിക്കാം. ഓൾറൈറ്റ്, ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്നുള്ളതല്ല, പക്ഷെ ഏതൊക്കെയോ തരത്തില് ഈ ഒരു സ്നേഹം, ഈ ഒരു സ്നേഹബന്ധം ഈ ഒരു ടൈമില് അവിടെ ഒരു സിറ്റുവേഷൻ മേ ബി അങ്ങനെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിരിക്കാം, ഓർ നിങ്ങൾ കാണിക്കുന്ന ഒരുപാട് ഓവർ അറ്റാച്ച്മെന്റ്, ഓർ നിങ്ങളെ പറ്റിയിട്ടുള്ള ഒരുപാട് അറ്റാച്ച്മെന്റ് ഈ ഒരു വ്യക്തിക്ക് ഒരു സമയത്ത് ഒരുപാട് ബേർഡൻ ആയിട്ടാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ഒരു ഹെവി ആയിട്ടുള്ള ഫീലിങ്സ് ആണ് ഈ റിലേഷൻഷിപ്പിനെ പറ്റി ആ വ്യക്തി ആലോചിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്നത്. ഓൾറൈറ്റ്, ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കാം അവർ. ഓൾറൈറ്റ്, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ്, ആവശ്യത്തിൽ കൂടുതൽ ഒരു സ്നേഹം, ഇമോഷൻസ് ഈ വ്യക്തിയുടെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, എല്ലാം ഓവർ ആവുന്ന സമയത്ത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സ്പേസ് കൊടുക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് കോണ്ടാക്റ്റിൽ ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഓർ നിങ്ങൾ വളരെ നീഡി ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് ആ ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കാം. ഓക്കെ, സോ എന്നാൽ ആ വ്യക്തിക്ക് ആ ഒരു ബേർഡൻസ് നിന്ന് ഒരു ഫ്രീ ആവാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ഷൻ എടുക്കാം. കാരണം ഏതൊക്കെയോ രീതിയിൽ ഈ ഒരു ടൈമിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ഒരു ബേർഡൻ ആണ്. ഓൾറൈറ്റ്, നിങ്ങൾക്ക് പല കാര്യങ്ങളും മേ ബി മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ആയിരിക്കാം. പല പല കാര്യങ്ങൾ കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ നിന്നുണ്ടാവുന്ന പല പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുന്നത്. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ, ഡു യു മിസ് ദം? നിങ്ങൾക്ക് അവരെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നോക്കാം. സി, നിങ്ങൾ ഒരുപാട് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മിസ് ചെയ്യുക എന്നുള്ളതല്ല, നിങ്ങൾ ഒരുപാട് ഒബ്സസ്ഡ് ആവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. വളരെ സന്തോഷമാണ്, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണ്. ചില ആളുകൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. ഓക്കെ, ഈ വ്യക്തിനെ നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫീലിങ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഡു ദേ മിസ് യു? അവർക്ക് ഈ ഒരു സമയം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്?
ഓൾറൈറ്റ്. സോ മേ ബി ഈ വ്യക്തിയെ കാണുന്ന സമയത്ത് നിങ്ങൾ വളരെ സന്തോഷമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ സോഷ്യലായിട്ട് നിൽക്കുന്നതായിരിക്കാം, നിങ്ങൾ മേ ബി കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ വ്യക്തി നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട്, ആൾക്കൂട്ടത്തിൽ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട്, വിച്ച് മീൻസ് ലൈക്ക് ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ് ആവാനുള്ള സാധ്യത അവരുടെ റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട്. ഓൾറൈറ്റ്, നിങ്ങളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്, മേ ബി ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, കാണുന്നുണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിലും ആ വ്യക്തി നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. മേ ബി സോഷ്യൽ മീഡിയാസിലായിരിക്കാം, ഓർ മേ ബി ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഓർ ഈ വ്യക്തി എവിടെ ചെല്ലുന്ന സമയത്തും ആളുകളിൽ നിങ്ങളെ സെർച്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, വിച്ച് മീൻസ് യു ആർ ഓൺ ദെയർ മൈൻഡ്. ഓൾറൈറ്റ്, ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫീൽ ചെയ്യുന്നത്? എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ വളരെ കോൺഫിഡൻസ് ആണ്, ഓക്കെ, ഓർ നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആണ്, ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ കണക്റ്റഡ് ആണ്. മേ ബി നിങ്ങൾ അങ്ങനെ കാണുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. സോ നിങ്ങളുടെ എല്ലാ കാർഡും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാർഡ്സ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അത്ര പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ്. ഈ വ്യക്തി എങ്ങനെയാണ്, ഈ വ്യക്തിക്ക് എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ്? ഓക്കെ, ഈ വ്യക്തി ഒരുപാട് പാനിക് ആവുന്നുണ്ട്, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പോട്. ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ട്, പേടി ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പേടി ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, വ്യക്തിയെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവില്ല മേ ബി. ഓക്കെ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, വേറെ ആളുകൾ മേ ബി ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. അതായിരിക്കണം മേ ബി ഈ വ്യക്തി കുറച്ച് പാനിക് ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തിക്ക് കുറച്ച് ബേർഡൻ ആവുന്നത്. ഓൾറൈറ്റ്, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും കാര്യം ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കണം. മേ ബി ഈ വ്യക്തിക്ക് അറിയില്ല ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ ഈ വ്യക്തിക്ക് ഒരു പേടി ഉണ്ടാവുന്നത് മേ ബി ചില കാര്യങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളായിട്ടൊന്നും ചെയ്യാം എന്നുള്ളതല്ല, പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് കാരണമായിരിക്കാം. ഓക്കെ, ഏതൊക്കെയോ രീതിയിൽ ഈ വ്യക്തി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാരണം ഈ ഒരു മൊമെന്റിലൊക്കെ. അവരുടെ ഒരു കറന്റ് സിറ്റുവേഷൻ എന്താണ്, അവരെങ്ങനെയാണ് ഈ ഒരു സമയം കാണുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെയോ രീതിയിൽ അത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം അവർ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നത്, ഓർ മേ ബി നിങ്ങൾക്കിടയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നതുകൊണ്ടായിരിക്കാം ഈ വ്യക്തി ഡിസ്റ്റർബ്ഡ് ആവുന്നത്. ഓൾറൈറ്റ്, ഓർ നിങ്ങൾക്ക് ഇടയിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും അവരെ മേ ബി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യിക്കുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഓർ മേ ബി അവരുടെ ഒരു ജെന്യൂനിറ്റി ക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു റിലേഷൻഷിപ്പ്. ഓൾറൈറ്റ്, അവരുടെ ജെന്യൂനിറ്റി, അവരുടെ ഇന്നസെൻസ്, അല്ലെങ്കിൽ മേ ബി അവരുടെ ലൈഫിന്റെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി, ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം അവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി ആയിരിക്കാം മേ ബി പോകുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഏതൊക്കെ രീതിയിൽ ഈ റിലേഷൻഷിപ്പ് ഈ വ്യക്തി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ മേ ബി നിങ്ങൾ കാണുന്നത് പോലെ ആയിരിക്കില്ല സിറ്റുവേഷൻസ്. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ നിങ്ങൾ ഈ ഒരു കണക്ഷൻ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഒരു ഡിവൈൻ പേഴ്സൺ ആയിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ഡിവൈൻ മാസ്കുലൻ, ഡിവൈൻ ഫെമിനൻ, ഓർ മേ ബി ഇത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, ഓർ നിങ്ങളുടെ വൈഫ് ആയിരിക്കാം, ഓർ നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടുള്ള പേഴ്സൺ, നിങ്ങളുടെ ഹസ്ബൻഡ്, ഇതാണ് എന്റെ ഹസ്ബൻഡ് മെറ്റീരിയൽ, അല്ലെങ്കിൽ ഇതാണ് എന്റെ വൈഫ് മെറ്റീരിയൽ, ഇതാണ് എന്റെ ഒരു ഡിവൈൻ പാർട്ട്ണർ എന്നൊക്കെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി അങ്ങനെ ആയിരിക്കാം. ഓൾറൈറ്റ്, അങ്ങനെ തന്നെ റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഇന്റൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ഡീപ്പായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഡെഫിനറ്റ്ലി നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ ഈ വ്യക്തി ഇത്രമാത്രം ഈ കണക്ഷൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നോ, ദിസ് പേഴ്സൺ ഇസ് നോട്ട് പ്രിപ്പയർഡ്. ഓക്കെ, സോ മേ ബി നിങ്ങൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓൾറൈറ്റ്, ഇറ്റ് ഡസന്റ് മീൻ ലൈക്ക് ഈ വ്യക്തി മെച്യൂർഡ് ആയിട്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട് എന്നുള്ളതല്ല, പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് വ്യക്തി ഒരുപാട് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ വ്യക്തിക്ക് കുറച്ചുകൂടെ ടൈം വേണം അവർക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ. ഓൾറൈറ്റ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് പ്രിപ്പയർഡ് അല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങളടുത്ത് ഈ വ്യക്തിക്ക് സ്നേഹം ഇല്ല എന്നുള്ളതല്ല, കാരണം ഈ റിലേഷൻഷിപ്പ് കാരണം അവർ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങളും ഒരുപാട് പ്രഷർ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക ഈ ഒരു ടൈമിൽ. കാരണം എത്രമാത്രം ഈ ഒരു വ്യക്തിക്ക് ആ ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുന്നോ
അത്രമാത്രം ആ വ്യക്തിക്ക് കുറെ കൂടെ ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കെ, കഴിയുന്നത് നിങ്ങൾ ഒരു രീതിയിലുള്ള ഒരു കോണ്ടാക്റ്റിലേക്കും വരാതിരിക്കുക. ഹെൽത്തി ആയിട്ട് നിങ്ങൾ വഴക്ക് ഉണ്ടാക്കിയിട്ടോ അങ്ങനെയൊന്നും നിൽക്കുക എന്നുള്ളതല്ല, മാറി നിൽക്കുക. കാരണം ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ഈ ഒരു വ്യക്തിക്ക് ആ ഒരു സ്പേസ് വേണം. ഓക്കെ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ വേണം. നിങ്ങൾക്ക് തോന്നുകയാണ് അങ്ങനത്തെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോൺവെർസേഷന് പോസിബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഗിവ് സം സ്പേസ് ഫോർ ദം. ഓൾറൈറ്റ്, കാരണം ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അല്ല. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഡെഫിനറ്റ്ലി അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങളായിട്ട് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈലൻസ് ആണ്, നിങ്ങൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടാണ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഓർ മേ ബി നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് അറിയാം സിറ്റുവേഷൻ എന്താന്നുള്ളത്. സോ നിങ്ങളുടെ അത്ര സ്പിരിച്വൽ ഗ്രോത്ത് മേ ബി ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. ഓൾറൈറ്റ്, ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ. ഓക്കെ, കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഏതൊക്കെയോ രീതിയിൽ ബേർഡൻ ആവുന്നുണ്ട്. അത് മേ ബി ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള അത്ര ഒരു കണക്ഷനും ആയിരിക്കാം. ഓക്കെ, പക്ഷെ അവര് ഡെഫിനറ്റ്ലി അവർ അത്ര ഡീപ്പായിട്ട് ഈ ഒരു കണക്ഷൻ, ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള പോസിബിലിറ്റിയും ആ വ്യക്തി ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാവില്ല. അതായിരിക്കാം അവര് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ഒരു സിറ്റുവേഷൻ ചിന്തിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ വേറെ ആരുടെങ്കിലും കൂടെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്കിടയിൽ വേറെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. സോ അത് അവർ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങൾ, മേ ബി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അവർ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ട്. കാരണം ഈ വ്യക്തി നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ. ലൈക്ക് ഒരു പേഴ്സൺ എവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങളെയാണ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അത് നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ അത്രമാത്രം ഉള്ളതുകൊണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അത്രമാത്രം ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം. എവിടെ ചെല്ലുന്ന സമയത്തും ആരും മീറ്റ് ചെയ്യുന്ന സമയത്തും എൻഡ് ഓഫ് ദി ഡേ അവര് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളെ തന്നെ ആയിരിക്കാം. ഓക്കെ, ആൻഡ് വാട്ട്സ് ആർ ദ മെസ്സേജ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ? ഓക്കെ, അഗെയിൻ ഇറ്റ്സ് എ കൺഫർമേഷൻ. നിങ്ങൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിയിൽ ഒരുപാട് കണക്റ്റഡ് ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ കുറച്ചുകൂടെ കാമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കാമാണ്. നിങ്ങൾക്ക് ഈവൻ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. അത് മേ ബി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫൊർഗീവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മറക്കാനും സാധിക്കുന്നതായിരിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് എടുക്കാനും സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലല്ല ആ ഒരു വ്യക്തി നിൽക്കുന്നത്. ഓക്കെ, കാരണം ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ആ വ്യക്തിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദേ ആർ വെരി യങ്. ഓക്കെ, അവർ എത്ര ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പിരിച്വലി നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ദേ ആർ വെരി യങ്. ഓക്കെ, അവർ ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് അങ്ങനെയാണ്. ഓക്കെ, കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവർ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സിറ്റുവേഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്, കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറൈറ്റ്, അത് ഈവൻ നിങ്ങളോടുള്ള സ്നേഹമായിരിക്കാം. ഓക്കെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടും ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീകണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതല്ല നിങ്ങൾ എങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ വ്യക്തി പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ നല്ലൊരു സ്പേസ് ആ ഒരു റിലേഷൻഷിപ്പിൽ മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിക്ക് അതൊന്ന് ഫ്രീ ആവാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ കാരണം ഈ ഒരു ടൈമിൽ നിങ്ങളുടെ എനർജി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് അത്ര ഭ്രാന്തമായിട്ടുള്ള ഒരു സ്നേഹമാണെന്നുണ്ടെങ്കിലും അത് അവർക്ക് ടോക്സിക് ആവാണ്. അത് അവർക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, സോ അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് തോന്നാണ് നിങ്ങൾക്ക് അങ്ങനെ മാറി നിൽക്കണം. കാരണം നിങ്ങൾ ആ ഒരു സ്പേസ് കൊടുക്കണം, എന്നാൽ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഓൾറൈറ്റ്, കാരണം ആ വ്യക്തിക്ക് ഡെഫിനറ്റ്ലി നിങ്ങളോടുള്ളൊരു സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് എ കോമൺ മെസ്സേജ്. വാട്ട് യു നീഡ് ടു നോ അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്? ഓക്കെ, ഈ വ്യക്തി നിങ്ങളടുത്ത് കോൺവെർസേഷന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി വളരെ പ്രഷ്യസ് ആണ്. നിങ്ങൾക്ക് വളരെ ഇഷ്ടം തോന്നുന്നുണ്ട്.
ഓക്കെ, മേ ബി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ചില കാര്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ ജോബ് ആയിരിക്കാം, നിങ്ങൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിരിക്കാം, നിങ്ങൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലി എടുക്കുന്നുണ്ടായിരിക്കണം ഈ ഒരു സിറ്റുവേഷൻ. എക്സാക്ട്ലി, മേ ബി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉണ്ട്, ഈ വ്യക്തിയുടെ അടുത്ത് ഇത്ര ഡീപ്പ് ആയിട്ടുള്ള ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. കാരണം ചില പ്ലേസിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഹൈഡ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ ഇല്ല അവിടെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഇല്ല. ഓൾറൈറ്റ്, നിങ്ങളുടെ ഒരു പ്രസൻസ് ഇല്ല, നിങ്ങളുടെ ഒരു സൈലൻസ് ആ വ്യക്തിക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് ഇല്ലാത്തത് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങൾ സിറ്റുവേഷൻസ് കുറച്ച് മെച്ചുവേർഡ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഉണ്ടായിരിക്കണം, പ്രാക്ടിക്കലി എടുക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ ഈ വ്യക്തി നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വളരെ കൂടുതൽ നിങ്ങളുടെ സംസാരിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. കാരണം അവരെവിടെയാണോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എവിടെയായിരുന്നോ അവിടെ തന്നെയാണ് അവർ നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഓൾറൈറ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങളായിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ദേ ആർ നോട്ട് റെഡി. അവർ റെഡി അല്ല, അവർക്ക് നിങ്ങളടുത്ത് സംസാരിക്കണം. ഓക്കെ, അവര് ഇനിയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, ബട്ട് റിലേറ്റ് വിത്ത് യുവർ സിറ്റുവേഷൻ. കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവർ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന രീതി, സംസാരിക്കുന്ന, മേ ബി ഈ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് അവരുടെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം. അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, മാറ്റം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അവർ സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം അവർ കുറച്ചുകൂടെ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു സിറ്റുവേഷൻ. ഓക്കെ, കാരണം ചില ആളുകൾക്ക് നിങ്ങളില്ല അവിടെ. ഓക്കെ, നിങ്ങളുടെ ഒരു ആബ്സെൻസ് ആണ്. നിങ്ങൾക്ക് എത്ര ഒരു അറ്റാച്ച്മെന്റ്, നിങ്ങൾക്ക് എത്ര ഒരു റിച്ച് ഫീലിങ്സ് ആ ഒരു റിലേഷൻഷിപ്പിൽ തോന്നിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറെ കൂടെ അത് പ്രാക്ടിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ചില കാര്യങ്ങൾ പ്രാക്ടിക്കലി എടുക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അവരെ വളരെ കൂടുതൽ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബേർഡൻ ആണ്. എക്സാക്ട്ലി, ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ, ഫീലിംഗ് സിറ്റുവേഷൻ ഒക്കെ അവർക്ക് ബേർഡൻ ആണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സിറ്റുവേഷൻ. ഈ കാർഡ് ആക്ച്വലി ഈ കാർഡിന് പുറത്തേക്ക് വരണം. ലെറ്റ്സ് സി യു ആർ ടോക്സിക് ഫോർ ദാറ്റ്. ഓക്കെ, കാരണം അവരുടെ മനസ്സിൽ നിന്ന് അവർക്ക് എടുത്തു കളയാൻ സാധിക്കുന്നില്ല. ഓക്കെ, യു ആർ സ്റ്റിൽ ഓൺ ദിയർ മൈൻഡ്. നിങ്ങൾ കോണ്ടാക്റ്റിൽ ഇല്ലാത്തൊക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ ദേ ആർ അഡിക്റ്റഡ് ടു യു. ഓക്കെ, ആൻഡ് ദാറ്റ്സ് വൈ സിറ്റുവേഷൻസ് അവർക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നത്. നിങ്ങൾ എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ അടുത്തുള്ള അട്രാക്ഷൻ, നിങ്ങളുടെ അടുത്തുള്ള ഒരു ഈവൻ എക്സാക്ട്ലി മേ ബി നിങ്ങൾക്ക് കുറെ കൂടെ മനസ്സിലാവുന്നതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കത് അതിന് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനും പുറത്തേക്ക് വരാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും ആ ഒരു കോൺഫിഡൻസ് മേ ബി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ ഈ വ്യക്തി കുറെ കാര്യങ്ങൾ അവർ ഹോണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ കാണുന്നത് പോലെയല്ല ചില സിറ്റുവേഷൻ. ഓക്കെ, ദാറ്റ്സ് എ മെസ്സേജ് ഫോർ യു. നിങ്ങളെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.